ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ LKG ഇംഗ്ലീഷ് സിലബസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റിയായ പ്രീ റൈറ്റിംഗ് സ്റ്റോക്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ വർക്ക്ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം കുട്ടികൾക്കത് യൂസ്ഫുള്ളായിരിക്കും. പ്രീ റൈറ്റിംഗ് സ്റ്റോക്സിൻ്റെ വർക്ക്ഷീറ്റാണിത്. ഇതിലെല്ലാ ലൈൻസും സർക്കിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വർക്ക്ഷീറ്റ് നോക്കാം. പ്രീ റൈറ്റിംഗ് സ്റ്റോക്സിൽ ഫസ്റ്റ് പഠിപ്പിക്കുക സ്റ്റാൻഡിങ് ലൈനാണ്. ഇതുപോലെ ഡോട്ടുകൾ യോജിപ്പിച്ച് വളയാതെ വരയ്ക്കാൻ പഠിക്കുന്നതാണ് സ്റ്റാൻഡിങ് ലൈന്. ഇതുപോലെ ഡോട്ട് കൂടെ വളയാതെ വരയ്ക്കുക. നെക്സ്റ്റ് പ്രീ റൈറ്റിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ലൈനാണ്. അതും ഇതുപോലെ ഡോട്ട് കൂടെ വളയാതെ വരയ്ക്കാൻ പഠിക്കാം. നെക്സ്റ്റ് കുട്ടികൾ വരയാൻ പഠിക്കുക സ്ലാൻഡിങ് ലൈനാണ്. സ്ലാൻഡിങ് ലൈനിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനും റൈറ്റ് സ്ലാൻഡിങ് ലൈനും. ഇത് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് താഴത്തേക്ക് ചെരിച്ച് വരയുക. അടുത്തത് വരിക റൈറ്റ് സ്ലാൻഡിങ് ലൈൻ. റൈറ്റിൽ നിന്ന് താഴത്തേക്ക് ചെരിച്ച് വരയുക. ഇതുപോലെ. ഓക്കെ. അടുത്തത് കർവ്സാണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ അപ്പ് കർവ്, അതായത് മുകളിലേക്ക് ഇതുപോലെ യു ഷേപ്പിൽ വരയ്ക്കുന്നതാണ് അപ്പ് കർവ്. ഇതുപോലെ ഡോട്ട് കൂടെ വളയാതെ വരച്ച് പഠിക്കാം. നെക്സ്റ്റ് ഡൗൺ കർവ്, അതായത് താഴത്തേക്ക് വളച്ച് വരയ്ക്കുന്നത്. ഇത്തരം ആക്ടിവിറ്റിയൊക്കെ കുട്ടികൾക്ക് ലെറ്റേഴ്സ് എഴുതുന്നതിന് മുന്നേ പരിചയപ്പെടുത്തുന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതി. ലൈൻസും കർവ്സൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരയ്ക്കാൻ പഠിക്കുന്ന ആക്ടിവിറ്റിയാണ് സർക്കിൾ. അതും ഉള്ളത് ചെയ്തതുപോലെ തന്നെ കുത്തുകൾ യോജിപ്പിച്ച് പഠിക്കാവുന്നത് തന്നെയാണ്. ഇതുപോലെ കുത്തുകൾ കൂടെ സർക്കിൾ വരഞ്ഞ് പഠിക്കാം. ഇതെല്ലാം ഒരു വർക്ക്ഷീറ്റ് പോലെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു റഫ് ബുക്കോ റഫ് പേപ്പറോ എടുത്ത് കുട്ടികൾക്കൊരു ഗെയിം പോലെ ചെയ്യിപ്പിച്ചാൽ മതി. ഇത് സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കൊരു ഗെയിം കളിക്കാൻ കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. ഏതൊക്കെയാണ്? സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, സർക്കിൾ. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പിക്ചറാണിത്. ഇതിലും ഈ പറഞ്ഞ എല്ലാ പ്രീ റൈറ്റിംഗ് സ്റ്റോക്സും വന്നിട്ടുണ്ട് ഈ ഒരു പിക്ചറിൽ. നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ ഇതേപോലെ ഡോട്ടൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് വരയാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര ആക്ടിവിറ്റി കഴിയുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് ഒരുവിധം കൈയൊക്കെ ഒന്ന് വഴങ്ങി കിട്ടും. അതായത് ചിത്രം വരയാനാണെങ്കിലും എഴുതാനാണെങ്കിലും പെട്ടെന്ന് അവർക്ക് പറ്റും. ഇനി ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തോന്നണമെങ്കിൽ കുറച്ച് കളേഴ്സൊക്കെ ഉപയോഗിച്ച് കളർ കൊടുക്കാൻ പറയാം. അപ്പോൾ ഒന്നുകൂടെ കുട്ടികൾക്ക് താല്പര്യമാകും കളർ കൊടുക്കാനും ചിത്രം വരയാനും എല്ലാം. ഇതൊന്നും നമ്മൾ സ്കൂൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യിപ്പിച്ചാൽ മതി. എന്നാൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും. എല്ലാവരും ഇത് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും വർക്ക്ഷീറ്റാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് എഴുതാനുള്ള ക്ലാസ് ആയിരിക്കും ഇടുക. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഓരോ എപ്പിസോഡിലും ചെയ്യുക കേട്ടോ. അതുപോലെ മലയാളം, മാത്സ് ഇതിൻ്റെയും സിലബസ് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്